The Mar Basilius movement was established in 1974 as a spiritual and charitable initiative within the St. Gregorius Indian Orthodox Maha Edavaga in Kuwait. The movement was founded in honor of His Holiness Basilius Geevarghese II, known as the Beacon of Malangara, who served as the third Catholicos of the Holy Church and the Malangara Metropolitan, leading the church for an impressive 35 years. Good evening and a warm welcome to our distinguished guests, members and beloved children to this year's annual family get-together. We are gathered here today to celebrate the unity and spirit of our community. A good beginning is half the journey. To start our gathering with prayer ensures that we are on the right path. With humble hearts, we invite His Grace, Dr. Yakub Mar Irenaeus Thirimen, to lead us in the opening prayer. I request everyone to rise for this solemn moment. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നമുക്ക് ആവശ്യമുള്ള കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയെ കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നതിൻ്റെ കർത്താവേശ്വശിഹ വാഴ്ത്തപ്പെട്ടവനാണ്. അബ്രാഹാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങളുടെ മരണസമയത്തിൽ ദൈവതമ്പുരാനോട് അപേക്ഷിക്കുന്നു. Psalms 119 verses 105. Thy word is a lamp unto my feet and a light unto my path. Requesting Mrs. Shibi Reggie to guide us in the Bible reading.
ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ, യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുവണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവൻ എങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദരപ്രീതിയിൽ തമ്മിൽ സായിപൂണ്ട ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. ബാറക്കുമോ. To formally welcome everyone, I invite Mr. Jerry John Koshi, Vice President of MBM, to address the gathering. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സഹോദരങ്ങളെ, മലങ്കര സഭയുടെ മൂന്നാമത് കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായുമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിദിയൻ ബാവ തിരുമേനിയുടെ 62ാമത് ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് മാർ ബസേലിയോസ് മൂവ്മെന്റ് ക്രമീകരിച്ചിരിക്കുന്ന കുടുംബ സംഗമത്തിലേക്ക് കടന്നു വന്ന ഏവർക്കും നല്ല ഒരു ശുഭ സായാഹ്നം ആശംസിച്ചുകൊള്ളട്ടെ. പരിശുദ്ധ ബസേലിയോസ് ബാവ തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ 17 വർഷക്കാലം മലങ്കര സഭയുടെ മെത്രാപ്പോലിത്തയായും 35 ദീർഘമായ വർഷങ്ങൾ മലങ്കര സഭയുടെ മേലധ്യക്ഷനായും നയിച്ച അദ്ദേഹം സമുദായ കേസുകൾ പ്രശ്നസങ്കീർണമായിരുന്ന ആ കാലയളവിൽ ദീർഘവീക്ഷണത്തോടുകൂടി ആവശ്യമായ നേതൃത്വം നൽകുകയും സത്യത്തെ കുഴിച്ചുമുടിയാലും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രത്യാശിച്ച ആ പിതാവ് ഇതര സമുദായങ്ങളോടും സഹോദരി സഭകളോടും സജീവമായ ബന്ധം പുലർത്തുവാനും അതുപോലെ തന്നെ അതിലുപരിയായി ആഗോളതലത്തിലുള്ള സഭകളുമായും ബന്ധം സ്ഥാപിക്കുവാനും പിതാവിൻ്റെ കാലത്ത് മലങ്കര സഭയ്ക്ക് കഴിഞ്ഞുവെന്നത് അഭിമാനത്തോടുകൂടി ഓർക്കാവുന്ന വസ്തുതയാണ്. ഋഷിതുല്യനായ ഈ പരിശുദ്ധ പിതാവിനെ മലങ്കര സഭ പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതദോസിൽ അംഗങ്ങളായിരിക്കുന്ന സീനിയർ മെത്രാപ്പോലിത്ത അഭിമന്യ രമേശ് തിരുമേനിയൊക്കെ ഇവിടെയുണ്ട്. അഭിമന്യ തിരുമേനിയുടെയൊക്കെ ഒരു അഭിപ്രായവും നിലപാടുകളുമൊക്കെ അതിനുതകും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ നല്ല നാളേക്കായിട്ട് നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിൻ്റെ കുടുംബസംഗമത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന നമ്മുടെ ഇടവകയുടെ കുവൈറ്റ് മഹായിടവകയുടെ വികാർ ഇൻചാർജായിരിക്കുന്ന റവറൻഡ് ഫാദർ മാത്യു തോമസിനെ ഞാൻ ഈ യോഗത്തിലേക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും മാർ ബസേലിയോസ് മൂവ്മെന്റിൻ്റെ പേരിലും
ഹാർദവമായിട്ട് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ കുടുംബസംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ മുഖ്യാതിഥിയായി കടന്നു വന്നിരിക്കുന്ന കൊച്ചി ഭദ്രാസനത്തിൻ്റെ ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് തിരുമേനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളോടൊപ്പമുണ്ട്. തിരുമേനിയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ നിരവധി തവണ നമ്മളോടൊപ്പം നമ്മളുടെ ഇടവകയിലേക്ക് കടന്നു വന്ന് നമ്മളുടെ പല പരിപാടികളിലും നേതൃത്വം കൊടുത്ത തിരുമേനിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ തിരുമേനിയെ ഞാൻ ഈ യോഗത്തിലേക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും മാർ ബസേലിയസിന്റെ പേരിലും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ ചടങ്ങിലേക്ക് മുഖ്യപ്രഭാഷകനായി കടന്നു വരാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് നമ്മുടെ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫിം തിരുമേനിയാണ്. തിരുമേനി അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ അഭാവത്തിൽ ഞാൻ സറാഫിം തിരുമേനിയെ ഹാർദവമായിട്ട് യോഗത്തിലേക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും സംഘടനയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മളോടൊപ്പം എല്ലാ കാലവും ഒരാളായിട്ട് നമ്മളോടൊപ്പം കൂടെയിരിക്കുന്ന ഗീവർഗീസ് ജോണച്ചൻ, പ്രിയപ്പെട്ട സുബിനച്ചനെ ഞാൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മളോടൊപ്പം തന്നെ അച്ഛന് എന്താവശ്യത്തിന് വിളിച്ചാലും അച്ഛൻ ഓടിയെത്തുന്ന അച്ഛനെ ഞാൻ ഈ യോഗത്തിലേക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും സംഘടനയുടെ പേരിലും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തോളൂ. അടുത്തതായി നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റി, അദ്ദേഹം ഭദ്രാസന ഡയോസിഷൻ കൗൺസിൽ അംഗം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹം എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ദീപക് അലക്സ് പണിക്കരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ സെക്രട്ടറി ജേക്കബ് റോയും എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട ഷാജി എലനിക്കൽ എന്നറിയപ്പെടുന്ന മാത്യു കെ എലനിക്കൽ, അദ്ദേഹം എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയിലെ പ്രാർത്ഥനാ യോഗങ്ങളുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ജീബൻ ഉമ്മൻ, മാർ ബസേലിയസ് ഉമ്മൻ്റെ അംഗം കൂടിയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി മാർ ബസേലിയസ് മൂവ്മെന്റിന്റെ അതേപോലെ തന്നെ മറ്റ് രണ്ട് ചാരിറ്റി പ്രസ്ഥാനങ്ങൾ കൂടി നമ്മുടെ മഹായിടവകയിലുണ്ട്. ഒന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പും മാർ ഗ്രിഗോറിയസ് മൂവ്മെന്റും. ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജിജു ജോൺ മാത്യു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജിജുവിനെ ഞാൻ ഹാർദവമായിട്ട് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവരുടെ സെക്രട്ടറി സ്ഥലത്തില്ല, അദ്ദേഹം വിവാഹത്തിനായിട്ട് നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം കടന്നു വന്നിട്ടില്ല. IMF-ന്റെ ട്രഷറർ ശ്രീ മത്തായി വർഗീസിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ മാർ ഗ്രിഗോറിയസ് മൂവ്മെന്റിന്റെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ജോൺ പി ജോസഫ് ജോമോനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. MGM സെക്രട്ടറി ശ്രീ ബെന്നി വർഗീസിനെ ഞാൻ ഈ അവസരത്തിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. MGM-ന്റെ ട്രഷറർ ശ്രീ നൈനാൻ തോമസ്, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ആമോസിന്റെ യൂണിറ്റ് സെക്രട്ടറി ശ്രീ സാമുവൽ ചാക്കോ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സ്വാഗതം ചെയ്യുവാനുള്ളത് നമ്മളുടെ ഈ കുവൈറ്റിലെ പഠനം കഴിഞ്ഞ് തുടർ പഠനത്തിനും ഉയർന്ന വിദ്യാഭ്യാസത്തിനുമായിട്ട് നാട്ടിലേക്ക് കടന്നു പോകുന്ന നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ മാതാപിതാക്കളെയും പ്രത്യേകമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിൽ 15 വർഷക്കാലം പൂർത്തീകരിച്ച അംഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്ന ബസേലിയൻ കോറസിൻ്റെ അംഗങ്ങളെ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇവിടെ പെർഫോമൻസുകളുണ്ട്, ആ കുഞ്ഞുങ്ങളെയൊക്കെയും ഞാൻ ഈ അവസരത്തിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മാർ ബസേലിയസ് മൂവ്മെന്റിന്റെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള സെക്രട്ടറി ശ്രീ റെനി ഫിലിപ്പ്, ട്രഷറർ ശ്രീ തോമസ് കുട്ടി ജോസഫ്, ജോയിന്റ് സെക്രട്ടറി ശ്രീ സജീവൻ തോമസ്, ഓർഗനൈസ് സെക്രട്ടറി ശ്രീ ടോണി ഫിലിപ്പ്, മാർ ബസേലിയസ് മൂവ്മെന്റിന്റെ എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും, അതുപോലെ തന്നെ പെരുന്നാളിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ ജോർജ് ഐസക്,
അതുപോലെ തന്നെ ജോയിന്റ് കൺവീനേഴ്സ് വർഗീസ് ജോസഫ്, റജി സക്രിയ, പ്രോഗ്രാം ചുമതല വഹിക്കുന്ന ബിനു ബിന്യാം, ഫെസിലിറ്റി കൈകാര്യം ചെയ്യുന്ന ടിമു വർഗീസ്, ഫുഡ് കൈകാര്യം ചെയ്യുന്ന സജിമോനും ജോൺ എം ജെയും, ഈ യോഗം ആങ്കർ ചെയ്യുന്ന ലിൻഡ മാത്യു, എല്ലാവരെയും അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും റിസൽമെന്റ് അംഗങ്ങളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ഒരുമിക്കുന്നു. നമസ്കാരം. Thank you, Mr. Jerry, for your kind words. May I now call upon Reverend Father Matthew Thomas, Vicar in charge of St. Gregorius Mahayadavaga, to deliver the presidential address. നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ദീപക് അലക്സ് പണിക്കരും സെക്രട്ടറി ശ്രീ ജേക്കബ് റോയും കടന്നു വന്നിട്ടുണ്ട്. അവരെ ഒരിക്കൽ കൂടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളു. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്യ യാക്കോബ് മാർ ഐറീനസ് മെത്രാപ്പോലിത്ത, വന്യനായ ഗീവർഗീസ് ജോണച്ചൻ, ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ദീപക് അലക്സ് പണിക്കർ, സെക്രട്ടറി ശ്രീ ജേക്കബ് റോയ്, മാർ ബസേലിയോസ് മൂവ്മെൻറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജെറി ജോൺ കോശി, സെക്രട്ടറി ശ്രീ റെനി ഫിലിപ്പ്, ട്രഷറർ ശ്രീ തോമസ് കുട്ടി ജോസഫ്, മാർ ബസേലിയോസ് മൂവ്മെൻറ്റിലെ എല്ലാ ഓഫീസ് ബിയറേഴ്സ്, വന്ന് ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വാത്സല്യമേറിയ കുഞ്ഞുങ്ങളുമേ, 50 വർഷം പൂർത്തീകരിച്ച് 51ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മാർ ബസേലിയോസ് മൂവ്മെൻറ്റ്, ഇന്നത്തേതായിരിക്കുന്ന നമ്മുടെ കൂടിവരവിൻ്റെ ഉദ്ദേശ്യം തുടക്കത്തിൽ അവതാരക അറിയിക്കുകയുണ്ടായി. ടു സെലിബ്രേറ്റ് ദ യൂണിറ്റി ആൻഡ് സ്പിരിറ്റ് ഓഫ് ദ മൂവ്മെൻറ്റ്. 51 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു സംഘടന രൂപം കൊണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെതായിരിക്കുന്ന ഫൗണ്ടർ മെമ്പേഴ്സിന് ഒരു കോമൺ കോസ്, ഒരു കോമൺ തോട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെ. ആ ഒരു ചിന്തയ്ക്ക് വേണ്ടി പ്രസ്ഥാനത്തിൻ്റെ ഈഥോസ് എന്ന് അറിയപ്പെടുന്ന ആ ഒരു കോസിന് വേണ്ടി അവരെല്ലാവരും അണിനിറഞ്ഞു. പ്രത്യേകിച്ച് 51 വർഷം ഈ ഒരു പ്രസ്ഥാനം ഈ ഇടവകയുടെ ഭാഗമായി ഇടവകയെ സഹായിക്കുകയും ഇടവക ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്പിരിച്വലായിരിക്കുന്ന, ചാരിറ്റബിളായിരിക്കുന്ന പല പല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. നാൾതോറും നാം മുന്നോട്ട് പോകുമ്പോൾ ഒറ്റ കാര്യം മാത്രം ഓർക്കുക, ഇതിൻ്റെതായിരിക്കുന്ന ഫൗണ്ടേഴ്സ് തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ ഈഥോസിൽ നിന്ന് നാം വ്യതിചലിക്കാതെ അതേ ഒരു ചിന്ത നമ്മെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുവാൻ തക്കവണ്ണം അത് സഹായകരമാകണം. കാരണം ഒരു സംഘടന, ഒരു പ്രസ്ഥാനം ഒരുമിച്ച് യൂണിറ്റിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ കോമൺ കോസ്. ആ കോമൺ കോസ് എന്ന് പറയുന്നത് ഏതൊരു സംഘടനയുടെയും ഈഥോസ് എന്ന് പറയുന്ന അതിൻ്റെതായിരിക്കുന്ന ആത്മാവാകുന്നു. ആ ഒരു ചിന്തയിൽ ഒരുമിക്കുവാനും പ്രത്യേകിച്ച് കുവൈറ്റിലായിരിക്കുന്ന സെൻറ്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹായിടവകയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാഗങ്ങളും മംഗളങ്ങളും പ്രത്യേകമായിട്ട് ഇന്നത്തേതായിരിക്കുന്ന ഈ ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ പേരിൽ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Thank you, Achan, for your inspiring message. As is tradition, at all auspicious occasions, lighting the lamp signifies the ushering in of blessings and prosperity. I request our dignitaries to come forward for the ceremonial lighting of the lamp. I request His Grace Dr. Yaqub Mar Irenaeus Metropolitan, His Grace Dr. Abraham Mar Seraphim Metropolitan, Reverend Father Matthew Thomas,
Reverend Father Geevarghese John, Mr. Deepak Panikar, Mr. Jacob Roy, Mr. Matthew K. Elnikal, Mr. Jubin P. Umman, Mr. Jerry John Koshi, Mr. Rennie Philip, Mr. Thomas Kuti Joseph, and Mr. George Isaac to please come forward for the lighting of the lamp. Thank you all. I now humbly request His Grace, Dr. Yaqub Mar Irenaeus Metropolitan of Kochi Diocese, to deliver the inaugural address. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാർ ബസേലിയോസ് പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾക്കും രണ്ടുപേര് മൊത്തം പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പേരെല്ലാം വിടുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഇഗാർ ഇൻചാർജ് അച്ഛനും മഹാ ഇടവകയുടെ ഒഫീഷ്യൽസിനും ദേഷ്യപ്പെടല്ല, ഞാൻ ഈ പേരെല്ലാം അവിടെ ആവർത്തിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞത്.
ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭാവം ഉള്ളവർക്കും അഭാവത്തിൽ വെൽക്കം കിട്ടിയ ഭാഗ്യവാന്മാർക്കും നന്നായി പാട്ട് പാടുന്ന കൊയറംഗങ്ങൾക്കും കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും ഏതാനും പേരെ കാണുന്നുണ്ട്. എല്ലാവർക്കും വണക്കം. ഒരു യുഗപുരുഷൻ്റെ 61 വർഷം പൂർത്തിയാകുന്നു. 62ാമത്തെ അനുസ്മരണ ആണ് ഈ ജാനുവരി മാസം 3-ാം തീയതി നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ജീവിതമായിരിക്കണം ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഇവിടെ തുടങ്ങാൻ. 19 വർഷം ആരംഭിച്ചത് 74. അപ്പോൾ കുറേ വർഷമായല്ലോ. 74 ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ആരംഭിക്കാൻ തോന്നിയതിൻ്റെ കാരണം അതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒട്ടേറെ പ്രത്യേകതയുള്ള ഒരാളായിരുന്നു പരുമല തിരുമേനിയുടെ നേർ ശിഷ്യന്മാരിൽ ഒരാൾ. 1ാമത്തെ നേർ ശിഷ്യനാണ് പരിശുദ്ധ ഗീവർഗീസ് മാർ ദീപന്നാസ്യോ സഭാഭാസുരൻ. അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ശിഷ്യനാണ് അന്നത്തെ പുന്നൂസ് റമ്പാൻ കുറിച്ച്. ഇവർ രണ്ടുമാണ് ആദ്യത്തെ പ്രധാന ശിഷ്യർ. പരുമല തിരുമേനിയുടെ കൂടെ താമസിച്ചിട്ടുള്ളവരാണ് ദീർഘനാൾ ഇവർ രണ്ടുപേരും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അറിയാൻ അനുകരിക്കാൻ ഒക്കെ കഴിഞ്ഞവരാണ് ഇവർ രണ്ടുപേരും. വളരെ അനുസരണമുള്ളവരായിരുന്നു രണ്ടുപേരും. അദ്ദേഹത്തിൻ്റെ വടശ്ശേരി തിരുമേനി ഡയറിയിൽ നിന്ന് ഓർത്താണ് ഞാനീ പറയുന്നത്. ഒടുവിൽ ഉന്നൂസ് റമ്പാനെയാണ് പരുമല സെമിനാരിയുടെ ചുമതല ഏൽപ്പിച്ചത് പരുമല തിരുമേനി കാലം ചെയ്യുന്നതിന് മുമ്പ്. അതിനുമുമ്പ് തന്നെ വടശ്ശേരി തിരുമേനി മൽപ്പാൻ ആയി കഴിഞ്ഞിരുന്നു. കുറിച്ചി ബാവായെ പഠിപ്പിച്ചയാളാണ് വടശ്ശേരി തിരുമേനി സെമിനാരിയിൽ അന്ന് പഠിച്ചവരുടെ ഒരു പട്ടിക ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ സൂക്ഷിച്ചിട്ടുള്ളതിൽ ഈ പിതാവിൻ്റെ പേര് കുറിച്ചി കല്ലാച്ചേരിൽ പുന്നൂസ് ഷെമ്മാശു എന്നെഴുതിയിട്ടുണ്ട്. ഒറിജിനലാണ് ഞാനീ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 10-60 വർഷത്തിനിടെ ഒരു കോൺസ്റ്റലേഷൻ ഓഫ് സെയിൻസ് മലങ്കര സൈൻ മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്ന് അറിയാൻ മേല. അതൊരു അസാധാരണ സംഭവമാണ്, അപൂർവമാണ്. പുലിക്കോട്ടിൽ 2ാമൻ തിരുമേനി അദ്ദേഹമാണ് പഴയ സെമിനാരി സ്ഥാപിച്ചത്. അതിനുശേഷം പരുമല തിരുമേനി, അതിനുശേഷം സഭാഭാസുരൻ, അത് കഴിഞ്ഞാൽ ഗീവർഗീസിയൻ ബാവ, പാമ്പാടി തിരുമേനി, ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. അതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഒരു സഭയിലും ഇങ്ങനെ ഒരു കോൺസ്റ്റലേഷൻ ഓഫ് സെയിൻലി പീപ്പിൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ദീർഘനാൾ ജീവിച്ച് 90 വയസ്സൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കാലം ചെയ്തു. ആദ്യത്തെ 2 പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞ സഭയുടെ പ്രധാന മേലധ്യക്ഷന്മാർ, പരമാധ്യക്ഷൻ എന്ന് പറയാറില്ല, പരമാധ്യക്ഷൻ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് പ്രധാന മേലധ്യക്ഷൻ എന്ന അർത്ഥത്തിൽ പ്രൈമേറ്റ്സ് എന്നേ പറയാറുള്ളൂ. ഈ സഭയുടെ മാത്രം എല്ലായിടത്തും തന്നെ. ആദ്യത്തെ 2 കാതോലിക്കാമാർ വളരെ ചുരുങ്ങിയ കാലത്തേക്ക് ചുമതലയിരുന്നുള്ളൂ. അതിന് മരിച്ചുപോയി. 1ാമത്തെ മുറിവരത്തി ബാവായും ഭാഗത്താനം ബാവായും വളരെ പെട്ടെന്ന് കടന്നുപോയി. അങ്ങനെ ഒരു ശൂന്യത അവിടെ ഉണ്ടായി. അന്ന് അധികം പത്രാച്ചന്മാരില്ല. പിന്നെ കണ്ടുപിടിച്ചതെന്ന് MA അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മാർ ഇവാനിയോസ് ഉണ്ടായിരുന്ന കാലമുണ്ട്. വലിയ പ്രഗത്ഭനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അല്ല, ഈ ഗ്രിഗോറിയോസിനെയാണ് കാതോലിക്കയുടെ തിരഞ്ഞെടുത്തത്. അതൊരു നിയോഗം ആയിരിക്കണം. കാരണം അദ്ദേഹം അന്നൊന്നും വലിയ പ്രഗത്ഭനായിട്ടൊന്നും അറിഞ്ഞിരുന്നില്ല ആരും. എന്നാൽ വളരെ സെയിൻലി ആണെന്നറിയാം.
അദ്ദേഹം മെത്രാപ്പോലിത്ത ആയിരിക്കുന്നതുകൊണ്ട് വടക്ക് കുന്നംകുളത്തെ കണ്ടിട്ട് പള്ളിയിൽ ചെന്ന് 6 മണിക്ക് അത് അവിടെ വിളക്കൊന്നും കത്തിച്ചിട്ടില്ല. ഇവിടെ ആരും ഇല്ലയെന്ന് ചോദിച്ചു, ഒരു ചവിട്ടെ അവിടെ തീ കത്തി, അതെടുത്ത വിളക്കെ കത്തിച്ചെന്ന് പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ ഗുരുവും ശിഷ്യന്മാരുടെ 3 പേരും വളരെ പ്രത്യേകതയിലുള്ള ആളുകളാണ്. ഒരുമല തിരുമേനിയും 2 പേരും സഭാഭാസുരനും ഇദ്ദേഹവും. അപ്പം അന്ന് മുതലേ അവരെ പരിശുദ്ധരായിട്ട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും അവരെല്ലാം പരിശുദ്ധന്മാർ തന്നെയാണ്, പാമ്പാടി തിരുമേനി ഉൾപ്പെടെ. അതുകൊണ്ട് അന്നത്തെ ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കേട്ടതുപോലെ കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്തെ അന്തരീക്ഷം അല്ല അവിടെ. അത് ജനങ്ങൾക്കൊരു വലിയ ആത്മവിശ്വാസമുണ്ട്. ഒന്നും പേടിക്കണ്ട, ഭാവമുണ്ട്. ഇങ്ങനെ ഒരു വിശ്വാസം, ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് കേസ് തോറ്റ് കിടക്കുന്ന കാലത്തും ജനങ്ങൾക്ക് എന്തോ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവിടെ ഉണ്ട്. അങ്ങനെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു യുഗപുരുഷൻ എന്ന് തന്നെ പറയണം. ഒരു യുഗത്തെ പ്രഭാവപ്പെടുത്തുന്നയാളാണല്ലോ യുഗപുരുഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ സഭാചരിത്രത്തിൽ ഇത്രയും ദീർഘമായി സഭയ്ക്ക് നേതൃത്വം നൽകിയൊരു പ്രൈമേറ്റ് വേറെ അതിന് ഉണ്ടായിട്ടില്ല അടുത്ത സമയത്തെങ്ങും. അദ്ദേഹം കോളേജിലൊന്നും പോയിട്ടുള്ള ആളല്ല, പക്ഷേ വലിയ ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്ന ആളാണെന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ചിലപ്പോൾ കൂടെ കാണുമായിരിക്കും പലരും. കുറിച്ച് ബാബായി കണ്ടിട്ടുള്ള നിങ്ങളുടെ മൂവ്മെൻറ്റിൽ ആരെങ്കിലും കുറിച്ച് ബാബായി കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ആരും, നേരത്തെ ഉള്ളവർ കാണുമായിരിക്കാം. 64-ലാണ് അദ്ദേഹം കാലം ചെയ്യുന്നത്. അതിനു മുമ്പ് അത് പരുമല പെരുന്നാൾ കഴിഞ്ഞ് ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പുതുശ്ശേരി MGD അവിടെ വരും. അവിടെ വന്നൊരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് പിള്ളേരെല്ലാം അസംബ്ലി കൂടെ അവിടെ ഒരു പ്രസംഗമുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഞാൻ മുഴങ്ങുന്ന ശബ്ദമാണ്. അങ്ങനെ ഒരു ഓർമ്മ എനിക്കുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുർബാന റെക്കോർഡ് ചെയ്ത കാസറ്റിൻ്റെ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തെ കൂടുതൽ ക്ഷിപ്രകോപിയാണ് മൂക്കത്ത്, അതുപോലെ അങ്ങ് തണുക്കുകയും ചെയ്യും. ആ കാസറ്റിനകത്ത് അദ്ദേഹം കുർബാന ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ധൂപക്കുറ്റി വാഴ്ത്തുക. അപ്പോൾ ഗ്രഹപ്പഴക്ക് ചെമ്മാച്ചൻ അതിൻ്റെ ഇടയ്ക്കാണ് പോയി മാർദിക്കടോ മുമ്പ് ചെയ്ത്. അപ്പോൾ നമുക്ക് കേൾക്കാം ഈ കാസറ്റിനകത്ത്. അത് റൂഷ്മായ തിരുന്നിടത്ത് ഇത് തന്നെ ഗതി. പെട്ടെന്ന് വഴക്ക് പറഞ്ഞാൾ എന്നാൽ അതുപോലെ അങ്ങ് തടുത്ത് ഒരു നിമിഷം കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം പോയില്ല. അത് ചില സയൻസിൻ്റെ ലക്ഷണമാണത്. അദ്ദേഹം, ഞാനിപ്പോൾ പ്രസംഗമൊന്നും അല്ല ഈ പറയുന്നത്, ചില റെമിനിസൻസസ് പറയുന്നതേ ഉള്ളൂ. സാധാരണ അത് കേൾക്കില്ല ആരും. വിശുദ്ധ കുർബാന സമയത്ത് തൻ്റെ സ്തുതികളാൽ ആകാശം പറഞ്ഞ് നമ്മളെല്ലാം ചൊല്ലുന്ന സമയത്ത് അദ്ദേഹം മുകളിലോട്ട് നോക്കി ഇത് ചിരിക്കും. എന്നോട് പറഞ്ഞത് കൂടെ സഞ്ചരിച്ച് സക്രിയാച്ചനാണ് സെക്രട്ടറി. അത് മന്ദഹസയ്ക്ക് അവിടെ എന്തോ കണ്ടുകൊണ്ടാണ് ചിരിക്കുന്നത്. അന്നേരം മുഖം അങ്ങ് വിടർന്നിട്ട് ഒരു ചിരി, അത് നമുക്ക് അഭൗമമാണ് ആ ചിരി, അത് നമുക്ക് മനസ്സിലാകുകയില്ല പെട്ടെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഭൂമിയിൽ വേരിറങ്ങി തല സ്വർഗത്തിൽ എന്ന് നമ്മുടെ പ്രാർത്ഥന പുസ്തകത്തിൽ പറയും. ഭൂമിയിൽ വേരിറങ്ങി നിൽക്കുന്ന വൃക്ഷം, അതിൻ്റെ തല സ്വർഗത്തിൽ. ഇങ്ങനെ ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ള പോലെ തിരുവനന്തപുരത്തുകാരുണ്ടല്ലോ ഇവിടെ ആയിരിക്കുന്നു. അവിടെ തിരുവനന്തപുരം പള്ളിയിൽ അദ്ദേഹം പോയി പറഞ്ഞ കഥയൊക്കെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കാം. വടക്കുന്ന ബാബ അന്ന് അയ്മേനിയോ ആയിരിക്കണം, ചിലപ്പോൾ അച്ഛനാന്ന് എനിക്ക് ഓർമ്മയില്ല. സന്ധ്യാപ്രാർത്ഥന സെൻറ്റ് ജോർജ് പള്ളിയിലെ കാര്യം പറയും. സന്ധ്യാപ്രാർത്ഥന നടത്തി ഇറങ്ങി വന്ന് ഇവരവിടെ നിൽപ്പുണ്ട്. താൻ കേട്ടോ എന്ന് ചോദിച്ചു. അവരൊന്നും കേട്ടില്ല, അവർക്കൊന്നും മനസ്സിലായില്ല എന്നതായി ചോദിച്ചത്. താൻ കേട്ടോടോ എന്ന് ചോദിച്ചു. ഇല്ല, നമ്മളവിടെ സന്ധ്യാപ്രാർത്ഥന സുറിയല്ല ചൊല്ലുന്നത്. അത് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വേറൊരു പാട്ട് കേട്ടു. അവിടെ ഒരു സെലസ്റ്റിയൽ മ്യൂസിക് എന്ന് പറയുന്നത് പോലെ ഒരു സ്വർഗീയ ഗാനം ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് അവർ പേടിച്ചു കിടക്ക് നിന്നവർ. അങ്ങനെ ഒരു ഇറ്റ്സ് എ റിയലി സൈൻ. നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇവരൊക്കെ വലിയ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമൊന്നും വേണ്ട അവർക്ക്. അതിനേക്കാൾ വലിയ ജ്ഞാനമുള്ള ആളായിരുന്നു, നല്ല മാനേഴ്സുമാണ്. നമ്മളൊക്കെ അന്തിച്ചു പോകുന്നതാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുണ്ടറ താമസിച്ചിട്ടുള്ള ദീർഘനാൾ കുണ്ടറ സെമിനാരി താമസിച്ച്
പിന്നെ കുണ്ടറമത്രാചാര്യൻ കുറച്ച് നാൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് മുതലേ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇങ്ങനെയൊരു ധാരണയാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത്. കരുവാരുവല്ലത്തിന്മേലുള്ള നേർ ശിഷ്യനാണെന്നുള്ള ഒരു അറിവാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് തോന്നുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവ വൈശിഷ്ട്യം അന്ന് സഭ മുഴുവൻ അറിഞ്ഞിരുന്നു. വലിയ കടുംപിടുത്തമൊന്നും ഇല്ലാത്ത ആളാണ് കേട്ടോ. ഒത്തിരി കോംപ്രമൈസ് ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഇത്രയും കോപിക്കുന്ന ആളിങ്ങനെ ചെയ്യുമോ എന്നൊക്കെ അവിടെ ചോദിച്ചു. യെസ്. 58 മുമ്പ് ആലുവയിലൊരു വട്ടമേശ സമ്മേളനം നടന്നു. നിങ്ങൾ ചരിത്രം പഠിക്കുന്നവർ അറിയാം. സമാധാനം ആലോചിക്കുകയാണ്. അന്ന് പിന്നെ പീസ് ലീഗൊക്കെ ഉണ്ടായത്. അപ്പോൾ എല്ലാവരും കൂടെ കൂടി അവസാനം ഒരു കോംപ്രമൈസ് ഉണ്ടായത്. പുത്തൻകാലത്തിന്മേലുള്ള സമയമാണ്. നാളെ വെളുപ്പിനെ. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻ്റ് ഇതാണ്, ഈ കാതോലിക്കയുടെ സ്ഥാനം പൂർണ്ണമല്ല. അബ്ദുൽ വിഷയുടെ അല്ല, അത് പൂർണ്ണമല്ലാതെ ഒരു ആർഗ്യുമെൻ്റാണ്. അതിനകത്തൊരു കഥയില്ലതാണ്. അതുകൊണ്ട് രാവിലെ അവിടെ വരും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആലുവയിലെ അത്താനാസിയോസിന് വേണ്ടി ഒരു പ്രാർത്ഥന ചൊല്ലും. അതുകൊണ്ട് പൂർണ്ണമാകുമെന്നാണ് പറയുന്നത്. സമ്മതിച്ചു. ഇന്നാണ് അവന് അറിഞ്ഞുകൂടാ ഇന്നെന്ത് സംഭവിക്കും. അന്ന് യെസ്, അങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകട്ടെ. എല്ലാവരും പിരിഞ്ഞു. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുത്തക്കാവ് തിരുവേനി ഇറങ്ങിപ്പോയി. അതോ പുത്തക്കാവ് തിരുവേനിയാണോ ബഥനിയിലെ ദേവോദോസിയോസ് തിരുവേനി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞോടെ ഞാനൊരു ഭിക്ഷക്കാരനായി കോട്ടയത്തെ തെരുവിലൂടെ തെണ്ടി നടന്നാലും വന്നാലും ഇതിന് ഞാൻ കൂട്ടി നിൽക്കൽ പറഞ്ഞ് തലപ്പെട്ടു. കാരണം അദ്ദേഹത്തെ വലിയ അഭിമാനക്ഷതമായിപ്പോയി ഇങ്ങനെ കേട്ടത് തന്നെ. ഒടുവിൽ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് 5 മണിക്ക് ആലുവ തെക്കുന്ന് സെമിനാരിൽ പോയി. അന്ന് ഇന്നത്തെ അന്തരീക്ഷമല്ല. ഇവർ 5 മണിക്ക് ചെന്നു. ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ആരൊക്കെ ലൈറ്റ് ഇട്ടു. കഥക് തുറന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞിരിക്കുക. അത്താനാസിന് പുതപ്പൊക്കെ പുതച്ച്. എന്താ വന്നേ എന്ന് ചോദിച്ചു. അത് ഇന്നലെ പറഞ്ഞില്ലേ, അതനുസരിച്ച് വന്നതാണ്. ബാക്കിയുള്ളവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അതങ്ങനെ ഇന്നലെ പറഞ്ഞില്ല, ഞാൻ മാത്രം വന്നാൽ മതിയതല്ലേ പറഞ്ഞു. എന്നാൽ ഞാനില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇഷ്ടമില്ല തലയിൽ കൈവെക്കാൻ. രണ്ടുപേരും സൈഡിൽ ആലുവയിലെ അത്താനാസിന് വളരെ വിശുദ്ധനായിരുന്നു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അങ്ങ് എഴുന്നേറ്റു. താക്കോൽ കൂട്ടം ഇവിടെ ഇതാ പിടിച്ചോ, അങ്ങ് എൻ്റെ ജ്യേഷ്ഠനല്ലേ, ഞാനീ പുസ്തകത്തിൽ നിന്നാണ് പറയുന്നത്, സാടത്തേക്കോ ഞാൻ കുറിച്ച് പോയി താമസിച്ചോളാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാങ്ങിക്കത്തില്ല, ഞാൻ ഇത്രയും നാൾ കേസ് എടുത്ത് ഈ താക്കോലിന് വേണ്ടി എന്ന് പറഞ്ഞു, ഞാൻ വാങ്ങിക്കത്തില്ലെന്ന് വാങ്ങിച്ചില്ല. അപ്പോൾ കുറിച്ച് ബാബ എഴുന്നേറ്റ്, വലിയ ബാബ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നമ്മൾ നിമിത്തം ഈ സഭ നശിച്ചു പോകരുത്. എന്തൊരു വാക്യങ്ങളെന്നറിയാം. നമ്മൾ നിമിത്തം ഈ സഭ നശിക്കരുത്. ഈ കാര്യത്തിൽ ഞാൻ കുറ്റമറ്റവനായിരിക്കും. ഇത് പറഞ്ഞു ഇറങ്ങിപ്പോരുകയും ചെയ്തു. തോമാദിവരാസ്മേന് കൂടുണ്ട്. അപ്പോൾ കണ്ണ് നിറഞ്ഞ് ഇറങ്ങിപ്പോയിരുന്നു. കാരണം അത്ര ശുദ്ധ മനസ്സുള്ള ആളായിരുന്നു. ശരിക്കും അക്ഷരാർത്ഥത്തിൽ നിർമ്മലമായ മനസ്സ്. അങ്ങനെ ഒരാൾ ഇതെല്ലാം കേട്ട് അദ്ദേഹം സഹിച്ചില്ല. അവർ തലയെ കൈ ചോദിച്ചില്ല. കാരണം അദ്ദേഹത്തിൽ മനസ്സ് കുത്തുന്നു. നോ, ഞാൻ ചെയ്യത്തില്ല എന്നാണ് അദ്ദേഹത്തെ. അതുകൊണ്ടായി പറഞ്ഞ് ഞാൻ വരുന്നില്ല. തിരിച്ചു വന്ന് അന്ന് വൈകുന്നേരം കണ്ടുപിടിച്ചു ഡയബറ്റീസ് ഉണ്ട്, ഷുഗർ. അന്ന് മുതലാണ് ഈ ഷുഗറിന് ചികിത്സ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റിൽ 90 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഷുഗർ അങ്ങ് വല്ലാതെയായി. ഒരു വിരലിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. തള്ള വിരലിന് മറ്റേ ഇൻഫെക്ഷൻ ഉണ്ടായി. അത് ഭയങ്കര വേദനയുമായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ പൗലോസാണ് ചികിത്സിക്കുന്നത്, വടക്കുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം മരുന്നെല്ലാം കൊടുക്കുന്നത് ഒരു മാറ്റവും ഇല്ല. ഒടുവിൽ ഒരു ദിവസം രാത്രി എഴുന്നേറ്റപ്പോൾ കാല് തട്ടി കട്ടിലിൻ്റെ മൂലയ്ക്ക്. ബാത്റൂമിൽ പോകാനങ്ങോട്ട് എഴുന്നേറ്റത്. അപ്പോൾ വേദന അങ്ങ് ഭയങ്കരമായിട്ട് ശതകുടി ഭവിച്ചു വേദന. പിറ്റേ ദിവസം ഡോക്ടർ വന്ന്, തലേദിവസം പറഞ്ഞു ഒരു കുഴപ്പമില്ല ഡോക്ടർ, അതും കരിഞ്ഞോളൂ എന്ന് ഡോക്ടർ പറഞ്ഞത്. പിറ്റേ ദിവസം വന്ന് പറഞ്ഞു, സാരമില്ലല്ലോ കരിഞ്ഞോളൂ, മണ്ട, തനിക്ക് എന്നെ അറിയാം. ഡോക്ടറോട് പറയുക, ഡോക്ടറെ തനിക്കെന്തോ അറിയാം, ഇതെന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. രാത്രിയിൽ എനിക്കൊരു സ്വപ്നം കണ്ടു, ഞാൻ ഒരു ദർശനം. അമ്മ വന്നെന്നെ വിളിച്ചു, സമയമായി പോരാൻ പറഞ്ഞു.
ഞാനത് കേട്ട് ഞെട്ടി ഉണർന്ന് എഴുന്നപ്പോൾ കാലിയത് ഇടിച്ചത്. തനിക്ക് എന്നെ അറിയാം, എന്നെ കൊണ്ടുപോകാൻ വന്നത് സോക്കേടാ. ഇതാ പറഞ്ഞ വാചകമാണിത്. അപ്പോൾ പരിമളത്തിൻമേനിയെ പോലെ ഈ മരിക്കുന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതായി കഥ പറയുന്നത്. പരിമളത്തിൻമേനി 2 ദിവസം കൂടെ കഷ്ടപ്പെടണമല്ലോ എന്ന് പറഞ്ഞ് വായിച്ചിട്ടില്ലേ? അതുപോലെ ഇദ്ദേഹത്തിന് ഇതെന്നെ കൊണ്ടുപോകാൻ വന്നതാ, ഇതോടെ തീർന്നു എന്ന് ദർശനം മൂലം കണ്ട ആളായിരുന്നു പറഞ്ഞാൽ നമ്മൾ വരച്ചു പോയി കേൾക്കുന്നവർ. കഥ പറയാനില്ല. 2 മഹാവാക്യങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്, അതുകൂടെ ഞാൻ പറയാം. സ്വാഗത പ്രസംഗകൻ്റെ ജോലി ഞാൻ 1 മിനിറ്റ് നേരത്തെ കടമെടുക്കുകയാണ്. അഭിമന്യ സെറാഫീം പിതാവിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ മൂവരിൻ്റെ പേരിൽ പ്രത്യേകിച്ചും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത്രയും പറഞ്ഞാൽ മതിയല്ലല്ലേ? സെമിനാരിയിൽ നിന്ന് ഈ മിഷന് പോകും കുട്ടികൾ. ഇപ്പോൾ കോട്ടയം സെമിനാരി. അപ്പോൾ ഒരു പള്ളി ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് കളത്തും. കുർബാന കഴിഞ്ഞ് പറഞ്ഞ് ഈ ചെമ്മാച്ചൻ്റെ പാട്ട് വായന ഗംഭീരമായി, ഇതുപോലെ ഉണ്ട് ചെമ്മാച്ചന്മാരുണ്ടോ, കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കളത്തി. ഒത്തിരി കളത്തി കഴിഞ്ഞേച്ച് തിരിച്ച് അച്ഛനോട് ചോദിച്ചു, മതി അച്ഛമാച്ച മതിയോ ചെമ്മാച്ച, പ്രശംസിച്ചത് മതിയോ? ഞാൻ പറഞ്ഞ മഹാവാക്യം കൂടെ തണുപ്പല്ലേ നിങ്ങളിന്ന് ഉണർന്നിരുന്നിട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഇടയ്ക്കുന്ന 2 മഹാവാക്യം. ഒന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇംഗ്ലീഷിൽ പറയാം, മ്യൂസിക് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഹെവൻ. സംഗീതം സ്വർഗത്തിലെ ഭാഷയാണ്. അദ്ദേഹത്തിൻ്റെയാണ്. എവിടെ കിട്ടിയതെന്ന് ചോദിക്കില്ല, അദ്ദേഹം പറഞ്ഞ വാചകമായി. മറ്റൊന്ന് നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സത്യം ജയിക്കും. 2 ഉപനിഷത്തിൽ നിന്ന് മഹാവാക്യങ്ങളെക്കുറിച്ച് 2 മഹാവാക്യങ്ങളാണിത്. സത്യം ജയിക്കും, സംഗീതം സ്വർഗത്തിലെ ഭാഷയാണിത്. സാധാരണ വരുന്ന വാചകമൊന്നും അല്ല ഇത്. എവിടെ നിന്ന് കിട്ടിയത് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അസാധാരണനായ ഒരാളായി നിന്ന് ദീർഘനാൾ സഭയെ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലത്തെക്കുറിച്ച് അന്നുള്ളവർ അവർക്ക് വലിയ അഭിമാനമായിരുന്നു ഇങ്ങനെ ഒരാൾ മുകളിലുണ്ട് എന്നുള്ളൊരു ധാരണ. അതൊരു ശുക്രദശ പോലെയായിരുന്നു മലങ്കര സഭയ്ക്ക്. ഏതായാലും അദ്ദേഹത്തിന് മാത്രം കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് സമാധാനം. കേസ് വിധിച്ചത് മാത്രമല്ല, സമാധാനം ഒരു തരത്തിൽ മിക്കവാറുമൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയാനൊക്കത്തില്ല, ഒരു സമാധാനം ഉണ്ടായി. വേറെ ആർക്കും ഇങ്ങനൊരു സൗഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ സമാധാനത്തോടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ കന്തിയിലായും കവറടക്കവും ഒക്കെ 2 ഭാഗത്തൂടെ ഒന്നിച്ച് നിന്ന് എല്ലാം അത്രയും ക്ലീമേഴ്സ് തിരുമേനിയാണ് അവിടെ പൂശുന്നതൊക്കെ പടമൊക്കെ ഉണ്ട്. വേറെ ആർക്കും ഇങ്ങനെ കിട്ടിയിട്ടില്ല, ഈ ഒരാളിന് മാത്രം. അങ്ങനെ യുണീക്കാണ് അദ്ദേഹത്തിൻ്റെ. അതൊരു മലങ്കര സഭയുടെ വസന്തകാലമായിരുന്നു എന്ന് പറയണം അദ്ദേഹത്തിൻ്റെ കാലം. അതെന്ന് വളരെ ഓർക്കുന്നുണ്ടല്ലോ. ദേവലോകത്ത് ഇപ്പോഴത്തെ അരവന അദ്ദേഹത്തിൻ്റെ കാലത്ത് വാങ്ങിച്ചതാണല്ലോ. അതിനു മുമ്പ് അതില്ല. വാങ്ങിച്ചു കഴിഞ്ഞ് ഇപ്പോഴത്തെ ചാപ്പൽ, ദേവലോകത്തെ ചാപ്പൽ, അന്നത്തെ മർത്തോറസമാക്കാർ പണം പിടിച്ചുണ്ടാക്കിയതാണ് ദേവലോകത്തെ ചാപ്പൽ, ഇന്നത്തെ അരമന ചാപ്പൽ. അത് കഴിഞ്ഞ് ഇന്നത്തെ പുതിയ ബിൽഡിങ്ങൊന്നും ഇല്ല അവിടെ. പഴയ ആ സാഹിബിൻ്റെ കെട്ടിടം മാത്രമേ ഉള്ളൂ. അതിനെ ഇങ്ങോട്ട് നീങ്ങി വിറ്റത്ത് അവിടെ ഇരിക്കും. ഇപ്പോൾ പടിഞ്ഞാറ് കോടിമതേ നീണ്ട് നല്ല കാറ്റ് വരും, താഴെ വയലാണ്. അപ്പോൾ ആരാണ്ട് അതിലേ പോയി അവറാച്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു, പടിഞ്ഞാറേക്കര. ഞാൻ മരിക്കുമ്പോൾ ഇവിടെ അടക്കിക്കോളം, നല്ല കാറ്റുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. ഇവിടെ അവിടെ അടക്കിയേക്കുന്നു. ഒത്തിരി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന ആളാണ്. സംഗീതം നമ്മൾ വളരെ മൂരാഴ്ച സ്വഭാവമൊന്നുമല്ല. പറഞ്ഞാൽ വിശ്വസിക്കുമോ? മാക്കാങ്കുന്നിൽ ഒരു റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ഈ ഒട്ടും കോളേജിൽ പോയിട്ടില്ലാത്ത ഒരാളുടെ മനസ്സിലെ ഗംഭീരമായ ആശയങ്ങൾ ചെറുതായി പറയുന്നത്. മാക്കാങ്കുന്നിൽ റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കണം, ഓരോ ഭദ്രാസനിലും ഒരു വ്യവസായശാല ആരംഭിക്കണം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആകെപ്പാടെ പുറത്തോട്ട് പറഞ്ഞ് ലണ്ടൻ വരെ പോയിട്ടുണ്ട്. അതേ ഉള്ളൂ WCCPT.
അദ്ദേഹം പറയുന്നു ഓരോ ഡയസിലും ഒരു വ്യവസായശാല ആരംഭിക്കണം, സെമിനാരിയിൽ സംഗീതം പഠിപ്പിക്കണം, ഏതോ ഒരു ഭാഗവതരെ വിളിക്കണം. അതായത് സംഗീതമൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ നമ്മൾ ധരിച്ചിരിക്കുന്നു. നിർത്തടാവണമെന്നൊക്കെ പറയുന്നല്ലോ. ദേഷ്യം വന്ന് അടി ശരിവാകൊണ്ടൊക്കെ ആ കുത്തും അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ല അടിക്കണേന്ന് പറഞ്ഞ് നീക്കി അടുത്തുള്ളവർ. അതതിന് കടി കിട്ടുന്ന അനുഗ്രഹമാണെന്ന് വിചാരിച്ചു. പൊന്നിയുടെ വട്ടക്കുന്നവ എന്നറിയപ്പെടുന്ന ആൾ അത്യൂസ് അത്താനാസിയോസ് തിരുമേനി, അദ്ദേഹവും അന്നത്തെ ഏലിയ ചാപ്പൽ, കത്തീഡ്രൽ ഏലിയ ചാപ്പലിൽ താമസിച്ചു. ഇംഗ്ലീഷ് കുർബാന ആദ്യം അദ്ദേഹം ചൊല്ലി. അവിടെ ഒരു കൊയറുണ്ടാക്കി. അവിടെ ബാവയുടെ സാന്നിധ്യത്തിൽ കൊയർ വെച്ചിട്ട് കുർബാന ചൊല്ലി. പലർക്കും പേടിയായിരുന്നു, ഇതിന് സമ്മതിക്കുമോ? ഒരു കുഴപ്പമുണ്ടായില്ല, ഭംഗിയായിരിക്കുന്നത് പറഞ്ഞു. അപ്പം സംഗീതം അപ്രീഷിയേറ്റ് ചെയ്യും, സൗന്ദര്യം അപ്രീഷിയേറ്റ് ചെയ്യും, നല്ല ഭാഷയിൽ ഗംഭീരമായ ആശയങ്ങൾ അവതരിപ്പിക്കും. പ്രസംഗങ്ങളൊക്കെ പല റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത് വരുന്നത് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു മഹാശയൻ, വലിയ ആശയങ്ങളുള്ള ആളാണല്ലോ മഹാശയൻ എന്ന് പറയും. അങ്ങനെ ഒരാളിനെ മനസ്സിൽ കുടിയിരുത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനം ആണല്ലോ, മൂവ്മെൻ്റ് ആണല്ലോ മാർ ബസേലിയോസ് മൂവ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ നാമം ഗുരുവിനെ പോലെ തന്നെ നാമം ഉച്ചരിക്കുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. ബസേലിയോസ് എന്നുള്ളത് നിങ്ങൾ പഠിച്ച് സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ? വേറൊരു ബസേലിയോസ് ഉണ്ടായിരുന്നു. കപ്പതൊക്കെ പിതാക്കന്മാരോട് ആദ്യം പറയാം, ആ പേരാ സഭാപിതാക്കന്മാർക്ക് കൊടുക്കുന്നത്. അതൊരു വലിയ ബസേലിയോസ്, അദ്ദേഹത്തിൻ്റെ നാമമാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ മൂന്നാമത് ബസേലിയോസ് ഉണ്ട്, പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച ബസേലിയോസ് കോതമംഗലം ബാവ. ഇവരെല്ലാം ബസേലിയോസാണ്. ആ പേര് കേൾക്കുമ്പോൾ ഈ 3 പേരെ ഓർമ്മയിൽ വരണം. കപ്പദോക്യൻ പിതാവ്, രണ്ടാമത്തെ ബസേലിയോസ്, മൂന്നാമത്തെ ബസേലിയോസ്. അങ്ങനെ ഒരു വലിയ വിശുദ്ധൻ്റെ പേരിൽ ആണ് ഈ കുടുംബ സംഗമം എന്നിവിടെ നടക്കുന്നത്. ഈ പ്രസ്ഥാനം 60 മേൽ വർഷങ്ങൾ പ്രായമുള്ള ഈ പ്രസ്ഥാനം, ഇത് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഇവിടെയും അവിടെയും നാട്ടിലും ഇന്ത്യയിലുമൊക്കെ ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ബസേലിയോസ് അതെല്ലാം ഈ പിതാവിനോടുള്ള ആദരവ് കൊണ്ടും അത് ശാശ്വതമായ ബഹുമാനമാണ് അതിന് കൊടുക്കുന്നത്. അല്ല പറഞ്ഞ് തീർക്കാവുന്ന ഒരു കാര്യമല്ല. അങ്ങനെ സഭയുടെ ഒരു വസന്തകാലം ഞാൻ പറഞ്ഞു എല്ലാ അർത്ഥത്തിലും. അന്ന് ആദ്യമായിട്ടാണ് 5 മെത്രാച്ചന്മാർ വാഴിക്കുന്നത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് 5 പേരെ വാഴിക്കുന്നത്. ഇതിനപ്പോൾ 5 പേരെ ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് വലിയ പ്രായമായി, ഷുഗറുമൊക്കെ ഉണ്ട്, കാല നീരുണ്ട്. അപ്പോൾ ഡോക്ടർ പൗലോസ് എങ്ങനെയായത്, നിങ്ങൾ നോക്കിക്കോ, ഞാൻ മണവാളനെ ഞാൻ പട്ടം കൊടുക്കുമെന്ന് പറഞ്ഞു. പട്ടം കൊടുത്തു. പക്ഷേ കാലനീരൊക്കെ അത് വെച്ചോട്ടാ പട്ടം കൊടുത്ത്. ഓക്സിജോസ് വിളി അങ്ങ് കഞ്ഞിക്കുഴി വരെ കേട്ടതാണ് പറയുന്നത്, മൈക്കിക്കൂടെ. ഭയങ്കര ശബ്ദമല്ലേ. അങ്ങനെ 5 പേർക്ക് പട്ടം കൊടുത്തിൽ ഒരാളാണ്. 2 പേര് പിന്നെ കാതോലിക്കാന്മാരായി. പട്ടക്കുന്ന ബാബായി, ഏഞ്ചൽ ബാബ എന്ന് പറയുന്ന ഈ 2 പേരും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. ഏഞ്ചൽ ബാബായി പേഴ്സണലായിട്ട് തിരഞ്ഞെടുത്തത് ഈ ബാബായ, പിന്നെ അസൂയി കൊണ്ട് പാസ്സാക്കി മാനേജിങ് കമ്മിറ്റി. ഇതിൻ്റെ പേഴ്സണൽ സെലക്ഷൻ അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഗ്രൂം ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ആ നല്ല പാരമ്പര്യം നിന്നുപോയി. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കൂടുതൽ. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടി ആളുകളെ ഡിസൈൻ ചെയ്യും. ഡിസൈൻമെൻറ്റ് ഓഫ് ദ സ്പിരിറ്റ്സ് പറഞ്ഞ് പഴയ കാലത്തെ സന്യാസ പിതാക്കന്മാർക്കും മാതാക്കൾക്കും ഉണ്ടായിരുന്നു. നല്ല ആത്മാക്കളും ദുരാത്മാക്കളും തിരിച്ചറിയാനുള്ള കഴിവാണ് ഡിസൈൻമെൻറ്റ് ഓഫ് ദ സ്പിരിറ്റ്സ്. ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു കഥ കൂടെ പറയാം, കഥയല്ല, അധികം നമ്മൾ കേൾക്കാത്തതാണ്. അദ്ദേഹം ഇടുക്കി ജില്ലയിലും കണ്ട് നമ്മുടെ ഒരു പുതിയ പള്ളി തുടങ്ങാനായിട്ട് പല പ്രദേശം ഒത്തിരി കാട്ടിനടക്കൂടെയൊക്കെ പോകണം. അവരവിടെ പോയി വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നിൽക്കുക. പേര് ഞാൻ മറന്നുപോയി. കണ്ടുകൊണ്ട് നിൽക്കുക, പറഞ്ഞു ഇപ്പോൾ പോകണം, തിരിച്ചു പോകണം. അപ്പോൾ ഇവർ വരച്ച് എല്ലാ ഇടപാടായത് പ്രായം കൊണ്ടുമല്ലോ ആയിരിക്കും. വേണ്ട, ഇവിടെ നിൽക്കേണ്ട, ഉടനെ പോകണമെന്ന് പറഞ്ഞ് എല്ലാവരും നിർബന്ധിച്ച് വണ്ടിയെ കയറ്റി തിരിച്ചു വിട്ടു. ആരും ഒന്നും മിണ്ടുന്നില്ല. പിന്നെ കുറേ യക്ഷിക്കഥയാണ്. അത് വണ്ടി പോകുന്നുണ്ട്, മുമ്പിൽ ആരോട് നടന്നു പോകുന്നു. അപ്പോൾ ഡ്രൈവർ ഒത്തിരി നേരം ഹോൺ അടിച്ചിട്ട് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു കഥയുണ്ട്. അപ്പോൾ നിങ്ങൾ വല്ലവരും കണ്ടോ എന്ന് ചോദിച്ചു. ഡ്രൈവർ പറഞ്ഞ് അവിടെ ഒരാൾ കുളിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ആ രൂപം തന്നെ മുമ്പിൽ ആരാന്ന് അറിയാൻ മേല, അവരിങ്ങനെ നടന്നു പോകുന്നതാണ്. കുറേ കഴിഞ്ഞ് അദ്ദേഹം കയ്യിൽ സ്ലീവ് ആയതുകൊണ്ട് ഇങ്ങനെ സെൽ ബീഷേ പോ വിശാജ എന്ന് പറഞ്ഞു. കണ്ടില്ല. മാവേലിക്കരക്കാരൻ മണപ്പള്ളിയിൽ തോമസ് കത്തനാർ
ആ വണ്ടിയിലുണ്ടായിരുന്നു. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ച് ഇദ്ദേഹം കൂടില്ലായിരുന്നു ഞങ്ങളുടെ ഗതി എന്തായാലും. അപ്പോൾ ഈ വിശുദ്ധൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള നന്ദിയോടെ എഴുതി വെച്ചിരിക്കുന്നവർ കോട്ടയത്ത് ഇവരെ വരെ മിണ്ടിയില്ല ആരും. അതാണ് ഡിസൈൻമെൻ്റ് എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ വേര് ഭൂമിയിലും ശിരസ് സ്വർഗത്തിനുമായി നിന്ന വടവൃക്ഷം പോലെ നിന്ന ഒരാളുടെ പേരിലാണ് നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ ഈ മൂവ്മെൻറ്റ് ഇതൊരു കുടുംബ സംഗമം കൂടെയാണല്ലോ, ഫെലോഷിപ്പ്, ഫാമിലി ഫെലോഷിപ്പും കൂടെയാണെന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് കേട്ടു. ഞാൻ വേറെ എവിടെയോ പറഞ്ഞതുപോലെ നല്ല കുടുംബങ്ങളാണ് സഭയുടെ ശക്തി, ഭദ്രാസനത്തിൻ്റെയും രാജ്യത്തിൻ്റേത്. ഏത് നാട്ടിലായാലും നല്ല കുടുംബങ്ങൾ വേണം. അതിന് മാതാപിതാക്കൾക്ക് വളരെ ക്രൂഷ്യലായിട്ടൊരു റോളാണ് അതിനകത്തുള്ളത്. വളരുകയാണോ വളർത്തുകയാണോ എന്നൊക്കെ ചിന്തിച്ചുകൊള്ളൂ.